ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ മുഖച്ഛായ മാറ്റിയെഴുതുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഭാരതം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ അമൃത് ഭാരതം സ്റ്റേഷൻ സ്കീം വഴി രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇതിന്റെ രണ്ടാം ഘട്ടമായി 20 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1570 കോടി രൂപ ചിലവിൽ നവീകരിച്ച 75 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നേരത്തെ 2025 മെയ് മാസത്തിൽ 103 സ്റ്റേഷനുകൾ ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. ഈ ചരിത്ര നേട്ടത്തിനൊപ്പം നമ്മുടെ കേരളത്തിലും വലിയൊരു അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകൾക്ക് കീഴിലുള്ള കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഈ പദ്ധതിയിലൂടെ അത്യാധുനിക സൗകര്യങ്ങളോടെ നാടിന് സമർപ്പിക്കപ്പെട്ടു. ഇതിന്റെ വികസന വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിന് ലഭിച്ച 6 സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച് നവീകരിച്ചത് പാലക്കാട് ഡിവിഷനിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 26.55 കോടി രൂപ ചിലവഴിച്ചാണ് ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മനാടായ തിരൂരിലെ സ്റ്റേഷൻ നവീകരിച്ചത്. മികച്ച വെയിറ്റിംഗ് ഹാളുകൾ, എലിവേറ്ററുകൾ, എക്സലേറ്ററുകൾ എന്നിവ ഇവിടെ യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. ഉത്തര മലബാറിന്റെ സാംസ്കാരിക കേന്ദ്രമായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ 22.32 കോടി രൂപ ചിലവഴിച്ചാണ് വികസിപ്പിച്ചത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് ഹാളുകൾ, നവീകരിച്ച സ്റ്റേഷൻ മന്ദിരം, സുഗമമായ ഗതാഗത സൗകര്യമുള്ള സർക്കുലേറ്റിംഗ് ഏരിയ എന്നിവ തലശ്ശേരിയുടെ വിനോദസഞ്ചാര കുതിപ്പിന് കരുത്തേകും. പാലക്കാട് ഡിവിഷനിൽ തന്നെയുള്ള വനഭംഗിയാൽ സമൃദ്ധമായ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ 16.44 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. ഇക്കോ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറിയ ഈ സ്റ്റേഷനിൽ അത്യാധുനിക ഡിജിറ്റൽ പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനങ്ങളും പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. കടലോര മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ 14.21 കോടി രൂപ ചിലവിൽ പുനർനിർമ്മിച്ചു. ദിവ്യാംഗരായ യാത്രക്കാർക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പാകത്തിലുള്ള പ്രത്യേക റാമ്പുകൾ, ടോയ്ലറ്റുകൾ, നവീകരിച്ച വെയിറ്റിംഗ് റൂമുകൾ എന്നിവയാണ് പരപ്പനങ്ങാടിയിലെ പ്രധാന ആകർഷണങ്ങൾ. തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പ്രാധാന്യമുള്ള 2 സ്റ്റേഷനുകളാണ് ഈ പദ്ധതിയിലൂടെ നവീകരിക്കപ്പെട്ടത്. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ 9.94 കോടി രൂപ ചിലവഴിച്ചാണ് പുനർനിർമ്മിച്ചത്. യാത്രക്കാർക്കായി വിശാലമായ പാർക്കിംഗ് ഏരിയയും ആധുനിക പാസഞ്ചർ ഡിസ്പ്ലേ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീ ആദിശങ്കരന്റെ ജന്മദേശമായ കാലടിയുടെ പ്രധാന റെയിൽവേ കവാടമായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ 9.28 കോടി രൂപ ചിലവഴിച്ചാണ് വികസിപ്പിച്ചത്. അത്യാധുനിക പോർട്ടിക്കോ, എയർ കണ്ടീഷൻ ചെയ്ത വെയിറ്റിംഗ് ഹാൾ, മെച്ചപ്പെടുത്തിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി തീർത്ഥാടകർക്ക് മികച്ച യാത്രാനുഭവമാണ് അങ്കമാലി ഉറപ്പു നൽകുന്നത്. കേരളത്തിൽ ആകെ 35 സ്റ്റേഷനുകളാണ് അമൃത് ഭാരതം പദ്ധതിയിലൂടെ പുനർനിർമ്മിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ കേവലം ട്രെയിൻ കയറാനുള്ള ഇടങ്ങൾ എന്നതിലുപരി പ്രാദേശിക സംസ്കാരവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന മികച്ച ഗതാഗത ഹബ്ബുകളാക്കി മാറ്റുകയാണ് അമൃത് ഭാരതം പദ്ധതി. വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് വഴിയുള്ള പ്രാദേശിക ബ്രാൻഡിങ്ങും നഗരങ്ങളുടെ ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പുതിയ ആസൂത്രണവും ഈ പദ്ധതിയുടെ വലിയ നേട്ടമാണ്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഈ വൻ കുതിച്ചുചാട്ടം ജനങ്ങളുടെ യാത്രാനുഭവത്തെ കൂടുതൽ മനോഹരമാക്കും.